ജാമിദ ടീച്ചർ, PFI നിരോധിച്ചു. പക്ഷേ PFIയുടെ ഹൃദയം ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സത്യസരണി. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സമ്മേളനങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സമ്മേളനങ്ങളിലും അവരുടെ സജീവ സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അത് സോഷ്യൽ മീഡിയയിലൂടെ അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീഡിയോ സത്യസരണിയുടെ ചെയർമാൻ അത് പുറത്ത് വിട്ടത്. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ടീച്ചർ, എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട് എല്ലാം കൊണ്ടും വല്ലാതെ വിചിത്രമാണ്. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിച്ചു. SDPI നിരോധിക്കാൻ പോകുന്നു എന്ന് നമ്മൾ പറയുന്നു. ഏതാനും നേതാക്കളെ നിരോധിച്ചത് കൊണ്ട് SDPIയോ പോപ്പുലർ ഫ്രണ്ടോ ഇല്ലാതാകുകയോ നമ്മുടെ നാട്ടിൽ നിന്ന് തീവ്രവാദം അങ്ങ് പൊയ്പോകുകയോ ചെയ്യുമെന്ന് ആർക്കും ധാരണയില്ല. മറ്റണികൾ എന്തു ചെയ്യുന്നു? ഇപ്പോ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് 3 ദിവസം മാത്രം മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് 5 ലക്ഷം ആളുകളെന്നാണ് നമ്മുടെ മുക്കാൽ മീഡിയയൊക്കെ എഴുതിയത്. പോപ്പുലർ ഫ്രണ്ടിന്റെ അണികൾ പങ്കെടുത്ത ഒരു ലോക മഹാജന സമ്മേളനം. ആ ബാക്കി അണികൾ എന്ത് ചെയ്യുന്നു? അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ഗ്രൂപ്പുകൾ പോലും ഇപ്പോഴും സജീവമാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ തന്നെ അവരുടെ കൊടിയിട്ട പ്രൊഫൈലുകളിൽ തന്നെ പല കാര്യങ്ങളും അവർ ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ കേരള ഹൈക്കോടതി ഭീകരവാദ സംഘടനകളാണ് എന്ന് പറഞ്ഞ 2 സംഘടനകൾ സജീവമായി നമ്മുടെ കേരളക്കരയിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യസരണി 100 വർഷം പഴക്കമുള്ള നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മളൊന്ന് സെർച്ച് ചെയ്താൽ കുറവായിരിക്കും. പക്ഷേ മതപരിവർത്തന കേന്ദ്രങ്ങളുണ്ട്. ആ മതപരിവർത്തന കേന്ദ്രങ്ങൾ മൗനത്തിൽ ഇസ്ലാം സഭ പൊന്നാനി പോലെയുള്ള, കോഴിക്കോട് തർബിയത്ത് പോലെയുള്ള ഈ മതപരിവർത്തന കേന്ദ്രങ്ങളുടെ പിന്നാമ്പുറങ്ങൾ തേടി നമ്മൾ പോയാൽ നമ്മൾ എത്തി നിൽക്കുന്നത് വേറെ ഏതെങ്കിലും അന്യ രാഷ്ട്രത്തിലെ ഭീകരവാദ തീവ്രവാദ സംഘടനകളുടെ പിന്നാമ്പുറത്തായിരിക്കും. സത്യസരണി എന്ന് പറഞ്ഞാൽ തന്നെ സത്യത്തിലേക്കുള്ള വഴി, സത്യത്തിലേക്കുള്ള പാത. അതായത് അള്ളാഹു മാത്രമാണ് ശരി, അതാണ് ശരീഅത്ത്. അത് അവസാനം ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. അതിനുവേണ്ടിയുള്ള സംഘടന തന്നെയാണ് നമ്മുടെ നാട്ടിലെ SDPIയും പോപ്പുലർ ഫ്രണ്ടും അതിന്റെ ചില പോഷക സംഘടനകളും എല്ലാം. ഇപ്പൊ മലപ്പുറത്തിന്റെ മണ്ണ്, അവിടെ തന്നെ ഇത് വളരും. ഹമാസിന്റെ നേതാവായിട്ടുള്ള ഖാലിദ് മിഷേൽ വരാൻ തീരുമാനിച്ചിരുന്നത് എവിടെയായിരുന്നു? ഒടുവില് അദ്ദേഹത്തിന് ട്രാവൽ ബാനിങ് കിട്ടിയപ്പോൾ ഓൺലൈൻ വഴി ഒരു വെർച്വൽ മീറ്റിംഗ്, അപ്പോഴും അദ്ദേഹത്തിന് ഒരു സ്പേസ് കിട്ടുകയാണ് എന്നുള്ളതാണ്. കേരളത്തിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഒരുക്കി തരത്തക്ക രൂപത്തിലുള്ള ആളുകൾ കേരളത്തിലുണ്ട് എന്ന ഒരു വലിയ സന്ദേശം നൽകുവാണ്. അതുപോലെ കാശ്മീരില് ഇവര് ഹമാസുകാർ വന്നിട്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു. അവരുടെ തന്നെ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങളാണ് നമ്മൾ പാലക്കാട് തൃത്താലയിൽ എഴുന്നള്ളത്തിന് ആനയുടെ പുറത്ത് കണ്ടത്. നമ്മുടെ കേരളം അതിനെല്ലാം പറ്റിയ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇവരുടെ തീവ്രവാദങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ. ഒരുപാട് ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് ഈ സത്യസരണി എന്ന സ്ഥാപനത്തിലൂടെ വിവിധ രാജ്യങ്ങളിൽ എത്തപ്പെട്ടത് നമുക്കറിയാം. മുസ്ലിം ചെറുപ്പക്കാരെ പ്രേമിച്ച് സത്യത്തിന്റെ പാത സ്വീകരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ ഒരു അഭയ കേന്ദ്രമായി, ഒരു മത കേന്ദ്രമായി, ഇസ്ലാം വിരുദ്ധ ഹിന്ദു ക്രിസ്ത്യൻ കാഫിർ ഇങ്ങനെയൊക്കെ ആരോപിച്ചിട്ടാണ് ഈ സ്ഥാപനം ഇത്രയും കാലവും ഇതുപോലെയുള്ള ഇരകളെ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നത്. അപ്പൊ ഇവർക്ക് അതിന് ഫണ്ട് വേണം, പണം വേണം. കാരണം ഇവർക്ക് വേണ്ടത് മുസ്ലിം വിരുദ്ധനായിട്ടുള്ള ഒരു ഫാസിസ്റ്റ് മോദി ഫോബിയ പടർത്തി വിട്ടിട്ടാണ് ഇവരിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജുമുഅ ഖുത്ബകൾക്ക് ശേഷം RSSനെയും BJPയെയും നരേന്ദ്രമോദിയെയും എതിർത്തേ പറ്റൂ, എന്നാലേ നമുക്കിവിടെ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കൂ എന്നുള്ള മെസ്സേജുകളാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സത്യസരണി അടച്ചു പൂട്ടി എന്ന് കേൾക്കുമ്പോൾ വലിയ ഒരു ആശ്വാസമാണ് നമുക്കുണ്ടാകുന്നത്. പക്ഷെ എന്തുകൊണ്ട് മറ്റു മാധ്യമങ്ങൾ ഇത് പറയാൻ ഭയപ്പെടുന്നു? അവർക്ക് ഇസ്ലാമിക രാഷ്ട്രം വേണം. അതായത് മറ്റുള്ള അമുസ്ലിങ്ങളോട് ഇവർക്ക് അങ്ങേയറ്റം അമർഷമാണ്. അതുകൊണ്ട് സത്യസരണി എന്ന സ്ഥാപനം പൂട്ടിക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് പറ്റുമായിരിക്കും. പക്ഷേ സത്യത്തിലേക്കുള്ള പാത, അതായത് അള്ളാഹുവിലേക്കുള്ള പാത, അത് പൂട്ടാൻ നമുക്ക് പറ്റില്ല. എന്തിന്റെ മറവിലാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്? വിദ്യാഭ്യാസം. ഈ ചാരിറ്റികളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? ആതുര സംരക്ഷണം, അനാഥ സംരക്ഷണം. ഈ അനാഥകൾ എങ്ങനെ ഉണ്ടാകുന്നു? എന്നിട്ട് ഇവര് തന്നെ പറയുന്നത് മുസ്ലിങ്ങൾ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവരാണ്, അവർക്ക് ആതുര കേന്ദ്രങ്ങളൊന്നും ആവശ്യമില്ല എന്ന. ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളും മുസ്ലിങ്ങൾക്കാണുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഹറാം കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനും അവരെ നിർധരരും നിരാലംബരുമാക്കി മാറ്റാനും
ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നതും കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും ഇവര് തന്നെയാണ്. പിന്നീട് ആ അനാഥകളെ ഉണ്ടാക്കിയിട്ട് അവരെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ എന്ന രൂപത്തിൽ യത്തീം ഖാനകൾ, അതിന്റെ പിന്നിൽ കോടിക്കണക്കിന് പണം. പ്രവാചകനും ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. സുരക്ഷിതമായി ജീവിച്ചിരുന്ന രാജ്യങ്ങളിലൊക്കെ ചാടിക്കേറി കൊള്ളയടിച്ച് അവിടെയുള്ള ആണുങ്ങളെയൊക്കെ കൊന്നൊടുക്കി, എന്നിട്ട് അവരെ തുണി പൊക്കി നോക്കി അവരെ രോമം വളർന്നവരെയൊക്കെ കൊല്ലുക, വളരാത്തവരെ വെറുതെ വിടുക. ആ രൂപത്തിലൊക്കെയാണ് പ്രവാചകനും ചെയ്തിരുന്നത്. എന്നിട്ട് പിന്നീട് അവിടെ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പിടിച്ചുകൊണ്ടുവരും. പിന്നീട് അവരാരാ? അടിമകൾ. അതായത് അടിമകളെ ഉണ്ടാക്കുക, അനാഥകളെ ഉണ്ടാക്കുക, എന്നിട്ട് അവരെ സംരക്ഷിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുക. പിന്നീട് ആ സ്ത്രീകളെ വിധവാ സംരക്ഷണം എന്ന വ്യാജേന അവരെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടിയും വിവാഹം കഴിക്കാതെ കൂടെ കൂട്ടിയും ഒക്കെ കാണിച്ചു കൊടുത്തു. ഇതിന്റെ ഒക്കെ ബേസിക് കിടക്കുന്നത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലാണ്. ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ മറവിലാണ് മഞ്ചേരിയിലെ ഈ സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്ത് വിദ്യാഭ്യാസമാണ് ഇവരവിടെ നൽകിയിരുന്നത്? മതസ്ഥാപനമാണെങ്കിൽ മതബോധനം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. മതപരിവർത്തന കേന്ദ്രമാണ് സത്യസരണി. അതാണിപ്പോൾ ഇഡി പൂട്ടിട്ടിരിക്കുന്നത്. നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്ന ഈ സ്ഥാപനം തന്നെയുമല്ല, കോഴിക്കോട് മീൻചന്തയിലെ ഒബേലിക്സ് പ്രോപ്പർട്ടീസ് ആൻഡ് ഡെവലപ്മെന്റ്, ഇടുക്കി മുരിക്കാശ്ശേരിയിലെ ഹിൽ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ്, കോട്ടയം ഹിദായത്തുൽ ഇസ്ലാം സഭ, കൊച്ചി ഇടപ്പള്ളിയിലെ കമ്മ്യൂണിറ്റി കെയർ ഫൗണ്ടേഷൻ, കാര്യവട്ടം ഹ്യൂമൻ വെൽഫെയർ ട്രസ്റ്റ്, ഇതുൾപ്പെടെ 61 കോടി രൂപയുടെ പോപ്പുലർ ഫ്രണ്ട് സ്വത്തുവകകളാണ് ഇഡി റെയ്ഡ് ചെയ്തത്. ഇത് ചെറിയ സംഭവമല്ല. അതായത് ഏത് രൂപത്തിലുള്ള ഭീകരതകളും തീവ്രവാദങ്ങളും രാജ്യവിരുദ്ധതകളും പ്രവർത്തിക്കാൻ അനുകൂലമായ ഒരു കാറ്റാണ് ഈ കേരളക്കരയിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ കലുഷിതമാക്കിയ നിരവധി ലവ് ജിഹാദി കേസുകൾ, എത്രയോ കൊലപാതകങ്ങൾ. അതിന് ഒരു ഉദാഹരണം മാത്രമാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ. ആ രഞ്ജിത്ത് ശ്രീനിവാസനെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത് കേട്ടാൽ നമ്മുടെ തല തരിച്ചു പോകും. ഒന്നാം പ്രതിയായിട്ടുള്ള ധനിയാസോ, അയാളുടെ കയ്യിലിരുന്ന കൂടം കൊണ്ട് ഒരൊറ്റയടിക്ക് തലയോട്ടി ചിന്നിച്ചിതറി കഴിഞ്ഞിട്ട് പോലും മറ്റു 14 പേരും അവര് തയ്യാറാക്കി കൊണ്ടുപോയ ആയുധങ്ങൾ വെച്ചിട്ട് ആ മൃതശരീരത്തിലേക്ക് കയറി ഇറങ്ങുമായിരുന്നു പ്രതികാരദാഹത്തോടെ. വരുന്ന മുമ്പ് രഞ്ജിത്ത് ശ്രീനിവാസനെ അറിയില്ല, രഞ്ജിത്ത് ശ്രീനിവാസൻ ഇവരെയും അറിയില്ല, ഇവരുമായിട്ട് യാതൊരു പകയുമില്ല. എന്താണ്? അന്യമത വിരുദ്ധത മാത്രം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ, ഇവരെ സംരക്ഷിക്കണമെങ്കിൽ ഇവർക്ക് വേണ്ടുന്ന ആയുധം കൊടുക്കണം, ഇവർക്ക് വേണ്ടുന്ന കേസുകൾ, ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതിന് ഇവർക്ക് വേണ്ടത് പണമാണ്. അപ്പൊ അതിന് കോടികളാണ് ഇവർക്ക് വേണ്ടത്. ആ കോടികളാണ് ഇവരുടെ കരങ്ങളിലേക്ക് ഈസി ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഐസിസ് റിക്രൂട്ട്മെന്റുകൾ നമ്മൾ എത്ര കണ്ടു. ഇന്നലെ 2 ദിവസം മുമ്പ് NIA ഒരു ഇന്റർവ്യൂ പുറത്തുവിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് പോയ സോണിയ സെബാസ്റ്റ്യൻ എന്ന ആയിഷ, അതിനെ കൊണ്ടുപോയത് റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന മുജാഹിദ് സംഘാടകനായ MM അക്ബറിന്റെ പീസ് സ്കൂളിലെ പ്രൊഫസർമാർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്ന റാഷിദ് അബ്ദുള്ള, അയാളാണ് ഈ പെണ്ണിനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോകുന്നത്. അവൻ 20 കെറിട്ട് പൊട്ടിത്തെറിച്ചു. ഈ പെണ്ണിന് ഒരു മോളുണ്ട്. ഞാൻ ഇതുപോലെയൊന്നും ആയിരുന്നില്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഇനി ആരെങ്കിലും ഐസിസിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചും കണ്ടും വന്നാൽ മതി. എനിക്കിനിയും ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങി വരണം. ഞാൻ വിചാരിച്ച ലൈഫ് ഒന്നുമല്ല ഇവിടെ കിട്ടിയത്. ഇവിടെ നമസ്കാരവും ദീനും ഒന്നും അല്ല നടക്കുന്നത്. ഇവിടെ മറ്റു പലതുമാണ് നടക്കുന്നത്. ഞങ്ങൾ ഇതിനകത്താണ് ഇരിക്കുന്നത്. കെട്ടിയും പൊട്ടിത്തെറിച്ചതോടുകൂടി മോളെ വളർത്താൻ മാർഗമില്ല. ഇവിടെ നിന്ന് കെട്ടിയൊരുങ്ങി പോയത് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാ. അപ്പൊ ഇങ്ങനെ ഐസിസ് റിക്രൂട്ട്മെന്റുകൾ, കേസുകൾ, ഹിന്ദു ക്രിസ്ത്യൻ യുവതികളെ മതപരിവർത്തനം നടത്തി, ഇതിന്റെ ഒക്കെ പിന്നിലെ ആധാരശില സത്യസരണി പോലെയുള്ള സ്ഥാപനങ്ങളാണ്. ഐസിസിലേക്ക് യുവതികളെ റിക്രൂട്ട് ചെയ്തതിന്റെ പേരിൽ 2011 ഓഗസ്റ്റിലാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു ഷീന ഫർസാന, നാസർ, ഇവര് സത്യസരണിയിലെ മെയിൻ പ്രവർത്തകരായിരുന്നു. ഏതു മാധ്യമമാണ് ഈ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്തത്? നമ്മൾ ഇത് തുറന്ന് പറയുന്നതിന്റെ പേരില് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ചെറുതല്ല. ഇപ്പോ ഷെഫീന ബീവി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ മുൻനിർത്തി ഇസ്ലാം മത തീവ്രവാദികൾ എന്റെ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇവളെ ഞാൻ തീർക്കും എന്ന് പറയാൻ ഇവർക്ക് കഴിയണമെങ്കിൽ ഇവർക്ക് നല്ല രൂപത്തിൽ ബാക്ക് സപ്പോർട്ട് കിട്ടുന്നില്ലേ? ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ക്രൗഡ് ഫണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജാമിദായെ തീർക്കണം. 1-ാം നമ്പറാണ് ജാമിദ. നമ്പർ 2 ആരിഫാണ്. നമ്മൾ ഇത് ലളിതമായി കാണരുത്. നരേന്ദ്രമോദിയെ ബോംബ് വെച്ച് കൊല്ലും ഞാൻ എന്ന് ചെവി പൊട്ടുമാർ ഉച്ചത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ തെറി വിളിച്ചു പറഞ്ഞ ഒരു സ്ത്രീക്കെതിരെ എന്ത് ചെയ്യാനാണ് ഈ കേരളത്തിലെ നിയമ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്? ഒരു പോറ ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ബംഗ്ലാദേശിയുടെ മകനെ അവരിവിടെ കൊണ്ടുവന്നു.
ടീച്ചർ അത് പുറത്തു വിടാനും പറ്റില്ല, കാരണം അങ്ങേയറ്റത്തെ തെറിയാണ് ആ സ്ത്രീ വിളിച്ചു പറയുന്നത് അല്ലേ. അതെ, അതെ. ഞാൻ അപ്പൊ അതിനൊക്കെ ഞാൻ- നമ്മുടെ ഞാനത് നാട്ടിൽ ഞാൻ- ഞാനത് കണ്ടതാണ്. അത് മാധ്യമങ്ങളിലൂടെ എങ്ങനെ അവതരിപ്പിക്കുമെന്ന് പോലും അറിയുന്നില്ല, മനസ്സിലാവുന്നില്ല. ഏത് രീതിയിൽ അവതരിപ്പിക്കും, അവസാനം മോദിയെ വകവരുത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇത് നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്, പക്ഷേ പോലീസിനും അറിയായിരിക്കുമല്ലോ അല്ലേ. പോലീസിനും കൃത്യമായിട്ട് ഈ വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടാകും. പക്ഷേ എന്തുകൊണ്ട് ഈ സ്ത്രീക്കെതിരെ നടപടി എടുക്കുന്നില്ല? മാത്രമല്ല, ആ സ്ത്രീ നേരത്തെ ഒരു കൊലപാതക കേസിൽ പ്രതിയായിരുന്നു എന്നും കേൾക്കുന്നുണ്ട്. അതും പക്ഷേ അവരുടെ സ്വാധീനത്തിൻ്റെ പുറത്ത് അത് തേച്ചു മായ്ച്ചു എന്നും കേൾക്കുന്നു. എനിക്കറിയില്ല ഇതിലെ വസ്തുത. അതെ, ഇവര് ഇമ്മോറൽ ട്രാഫിക്കിന് ദുബൈയിലെ ജയിലിൽ 65 ദിവസം കിടന്ന സ്ത്രീയാണ്. ബംഗ്ലാദേശിയിൽ ഉണ്ടായ ഒരു കുട്ടിയെയാണ് ഈ ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇതൊക്കെ അന്വേഷിക്കാൻ ഇവിടെ ആരുമില്ല. എന്നിട്ട് ആ സ്ത്രീയെ മുൻനിർത്തി നമ്മളെയൊക്കെ വകവരുത്താൻ എവിടെയാ പോയിരിക്കുന്നത്? പിന്നെ നമ്പ്യാരെ, എന്റെ കുടുംബം ഭയങ്കര റിലീജിയസ് ആണ്. അവരെ മതപരമായ ചിട്ടവട്ടങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ജീവിക്കുന്നവരാണ്, യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ. ഞാൻ മതം വിടുന്നത് 2018 അവര് സ്വസ്ഥമായി അവരുടെ കുടുംബങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് പരുത്തിക്കുഴി പള്ളിയിലെ സെക്രട്ടറി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥലം 25 കിലോമീറ്റർ അകലെയുള്ള എന്റെ സിസ്റ്ററിന്റെ വീട്ടിൽ പോകുന്നു. ഈ 10ാം ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ള ഈ സ്ത്രീ ഹിന്ദു പ്രചാര സഭയിൽ ഏതാനും നാളുകൾ പോയിട്ടുള്ളതേ ഉള്ളൂ. ഇവർ അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞ് ആൾമാറാട്ടം കളിച്ചിട്ടാണ് എന്റെ സിസ്റ്ററിന്റെ വീട്ടിൽ പോയിരിക്കുന്നത്. ഇതൊക്കെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശബ്ദമുയർത്താൻ ആർക്കും സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്നോട് ഇവർക്ക് ഇത്രയധികം വിരോധം? ഞാനുമായിട്ട് ഇവർക്ക് സംവാദത്തിന് വരാം. ആശയപരമായിട്ട് എനിക്ക് എന്റെ ആദർശം, എന്റെ വിമർശനം എനിക്ക് ഉന്നയിക്കാൻ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഇസ്ലാം മത വിമർശനം നിർത്തിയിട്ടില്ലെങ്കിൽ എന്റെ കുടുംബത്തിലെ ഓരോരുത്തരെയായിട്ട് വേട്ടയാടുമെന്നാണ് പറയുന്നത്. നരേന്ദ്രമോദിയെ ബോംബ് വെച്ച് കൊല്ലുമെന്ന് പറഞ്ഞ ഈ ചെവി പൊട്ടുമാർ ഉച്ചത്തിൽ പൂരത്തെറി വിളിക്കുന്ന മുഹമ്മദിനെ വ്യഭിചാരിയെന്നും മുഹമ്മദിന്റെ മാതാവിനെ വെടിയെന്നും പറയുന്ന ഈ സ്ത്രീ പറയുന്നത് ഖുർആൻ കുത്തുപുസ്തകമാണെന്നും ഖുർആൻ കത്തിക്കണമെന്നുമാണ് ഈ സ്ത്രീ ക്ലബ് ഹൗസിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ ഇവർ എന്തിന്റെ പേരിലാണ് ഇന്ന് എനിക്കെതിരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? പോപ്പുലർ ഫ്രണ്ടുകാരുടെ കയ്യിൽ നിന്നും SDPIക്കാരുടെ കയ്യിൽ നിന്നും മുസ്ലിം തീവ്രവാദികളുടെ കയ്യിൽ നിന്നും ഇവർക്ക് പണം ലഭിക്കുന്നുണ്ട്. ആ പണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, അതല്ലാതെ ആശയത്തോട് കൂറുള്ളത് കൊണ്ടല്ല. മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ സ്ത്രീ എന്റെ സഹോദരിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എയർപോർട്ടിൽ പോകാൻ പറ്റുന്നില്ല. ഇവരുടെ മകൻ പറയുന്നു, ഐ ഹാവ് 3 പാസ്പോർട്ട്സ്. എങ്ങനെ കിട്ടും 3 പാസ്പോർട്ട്? 3 കൺട്രിയിലെ പാസ്പോർട്ട് ഒരു യുവാവിന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ അതിശയമാണ്. അതുകൊണ്ട് ഇവരുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും സെർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവര് ഒലീവിയ എന്ന് പറയുന്ന ഒരു ഗാർമെന്റ്സിലും കയറി ചെന്നത് അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ആൾമാറാട്ടം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് 5 രൂപയാണെങ്കിലും ശരി ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നത് ആരാണ് എന്ന് അന്വേഷിക്കണം. ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൗഡ് ഫണ്ടിങ് നടത്തുന്നത്? എന്നിട്ട് പോയി ലോഡ്ജിൽ താമസിക്കാൻ എനിക്ക് പൈസ വേണം, ജാമ്യതയെ ഇല്ലാതാക്കാൻ എനിക്ക് പണം വേണം. ഇവരുടെ അക്കൗണ്ടിൽ പണത്തിന്റെ ഒഴുക്ക് നടക്കുന്നു എന്നാണ് അറിയുന്നത്. ഇവർക്ക് ഒരുപാട് രഹസ്യമായ ഗ്രൂപ്പുകൾ, ഈ ഗ്രൂപ്പിന്റെ അഡ്മിന്മാരാരാണ്, ഈ ഗ്രൂപ്പിനകത്ത് ആരൊക്കെയാണ് ഉള്ളത്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ഞാൻ ഇതിനു വേണ്ടിയുള്ള ഒരു യുദ്ധത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുവാണ്. എനിക്കിത് അറിഞ്ഞേ പറ്റൂ. ഞാൻ ചോദിക്കട്ടെ നമ്പ്യാരെ, നരേന്ദ്രമോദിയെ ബോംബ് വെച്ച് കൊല്ലുമെന്ന് പറയുന്ന ഒരു ലേഡി എനിക്കെതിരെ പ്രത്യക്ഷമായ ഒരു യുദ്ധത്തിൽ എന്റെ എക്സ് ഹസ്ബൻഡിനെയും മുന്നിൽ നിർത്തി ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അവർക്ക് പള്ളി സെക്രട്ടറി സപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് സംരക്ഷണമാണുള്ളത് ഈ രാജ്യത്ത്, ഈ നാട്ടിൽ, ഈ കേരളക്കരയിൽ? എനിക്കും എന്റെ ഭർത്താവിനും മക്കൾക്കും ജീവിക്കാൻ എന്ത് സംരക്ഷണമാണുള്ളത്? ഇവർ നാളെ എന്റെ വീട്ടിൽ വന്ന് പൊട്ടിത്തെറിക്കില്ല എന്ന് ആര് കണ്ടു? ഞങ്ങളെ അറ്റാക്ക് ചെയ്യില്ല എന്ന് ആര് കണ്ടു? ഇവരുടെ മുൻ ഹസ്ബൻഡാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അവര് ബംഗ്ലാദേശിയുടെ മകനാണ് ഇവരുടെ കൂടെയുള്ളത് എന്ന് പറയുന്നു. ഇവർക്കപ്പോൾ കൂർ എവിടെയാ? ഇവർ പരസ്പരം സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതല്ലേ? ഏത് പള്ളി മഹലിലെ സെക്രട്ടറിയാണ് ഇവരോടൊപ്പം എന്റെ സിസ്റ്ററിന്റെ വീട്ടിൽ പോയത്? എന്നിട്ട് എന്റെ സിസ്റ്ററിന്റെ മകനുമായി സംസാരിച്ചു. ആ കുട്ടി പറഞ്ഞു, എന്റെ കോൾ റെക്കോർഡ് ചെയ്യരുത്. എന്റെ സിസ്റ്ററുടെ ഫോൺ നമ്പർ അടക്കം പുറത്തു വിട്ടിട്ട് 92 വയസ്സായ എന്റെ ഉമ്മ ആ വീട്ടിനകത്തുണ്ട്. ഞങ്ങൾക്ക് ആർക്കും ഇപ്പൊ എന്റെ ഉമ്മയെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. കാരണം ആ ഫോണിലേക്ക് പൂരത്തെറി വിളിച്ച് ഒരുപാട് കോളുകൾ വരുന്ന കാരണം 2 ദിവസമായി ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എന്റെ സിസ്റ്റർ കരച്ചിലാണ്. സ്വസ്ഥമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ ചെന്നിട്ട് പ്രശ്നമുണ്ടാക്കി അവിടെ ഇറങ്ങി നിന്നിട്ട് പറയാൻ ഇവരെ ഒറ്റപ്പെടുത്തണം,
ഈ മഹല്ല് കമ്മിറ്റിക്കാരുടെ ജാമിദയുടെ സിസ്റ്ററാണ്. ഇവരെ ഒറ്റപ്പെടുത്തണം. ഞാൻ കുറേയധികം പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവരെ അടിക്കും. അവര് പാവങ്ങളാ, അവർക്ക് നിയമയുദ്ധമൊന്നും ചെയ്യാൻ അറിയില്ല. നമ്മളെ പോലെ ഇങ്ങനെ വാചാലമായിട്ട് വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ അവർക്ക് അറിയില്ല. അവര് നമസ്കാരം, മക്കള്, കുടുംബം, വീട് ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന സ്ത്രീകളാണ്. ഇവരുടെയൊക്കെ വീടുകളിൽ ആൾമാറാട്ടം കളിച്ച് കയറിപ്പോകാൻ ഇവർക്ക് എന്ത് യോഗ്യതയാണുള്ളത്? എന്താണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നരേന്ദ്രമോദിയെ ബോംബ് വെച്ച് കൊല്ലുമെന്നൊരു ചാവേറ് സ്ത്രീ വന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിന്റെ പോലീസ് സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ഒന്നും ഇവരുടെ ചീത്തയെ ഭയന്ന്, ഇവരുടെ നാവിനെ ഭയന്ന് അനങ്ങുന്നില്ല എന്ന് വന്നാൽ സാധാരണക്കാരിയായ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിലും സാധാരണക്കാരായ ആളുകളെ ഇവരിങ്ങനെ വല്ലാതെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ ഹസ്ബൻഡിന്റെ കുടുംബത്തിൽ പോകുന്നു, അവരൊഴിവാക്കിയ എക്സ് വൈഫിന്റെ സിസ്റ്ററെ കൊണ്ടുവരുന്നു ലൈവില്. ഇതെന്താണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കിട്ടുന്നുണ്ട്. എന്റെ മക്കൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണം. എല്ലാ ഇല്ലാതാക്കാനും ഇറങ്ങിത്തിരിക്കുമ്പോൾ ബന്ധപ്പെട്ടവർ ഈ വിഷയം കൈകാര്യം ചെയ്തേ മതിയാകൂ. അല്ല, എല്ലാ ഒത്താശയും കിട്ടുന്നുണ്ട്. മാത്രമല്ല പോലീസിന്റെ സഹായം കിട്ടുന്നുണ്ട്. ടീച്ചർ, ഞാൻ വരാം.